ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ റമദാൻ ഉണ്ടാക്കുന്ന ഒരു കിടുക്കാച്ചൊരു ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇത് മാത്രമല്ല, ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. നമുക്ക് നോമ്പെടുക്കുന്ന ടൈമിനെല്ലാം വേഗം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കഴിഞ്ഞ റമദാനിൽ ഒരു മസാല കൊണ്ട് 3 റെസിപ്പി ഉണ്ടാക്കുന്ന ഇട്ടിട്ടുണ്ടേനും അത് ബീഫ് കൊണ്ടാണ്. പക്ഷേ ഇതുണ്ടല്ലോ ചിക്കൻ കൊണ്ട് തന്നെ ഒരൊറ്റ റെസിപ്പിയാണ്. ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും മക്കൾക്ക് സ്കൂൾ ക്ലാസ് പാർട്ടി ആയിട്ടാണ് ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ കറക്റ്റ് അളന്നിട്ടൊന്നുമല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 കിലോന് ഉണ്ടാവും. പിന്നെ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു 5-5.5 ഉള്ളി എടുത്തിട്ടുണ്ട്. അരക്കഷ്ണം ഉപയോഗിച്ച ഉള്ളിയിലുണ്ട്, അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് അതും എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് കണക്കാക്കിയാൽ മതി. ഇനി 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്, വേവിച്ചിട്ട് പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ളത് സമൂസ ഷീറ്റാണ്. ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വലിയ ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് സ്വിറ്റ്സിൻ്റെ കമ്പനീൻ്റെതാണ്. ഇത് എല്ലായിടത്തും കിട്ടും, നാട്ടിലും കിട്ടും, ഇവിടെയും കിട്ടും. പിന്നെ ചെഡാർ ചീസ് എടുത്തിട്ടുണ്ട്. നോർമൽ ചീസോ മൊസറല ചീസോ എടുക്കാം. ഇത് വെച്ചിട്ടും ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് എടുക്കുന്നില്ല. ലാസ്റ്റ് ടൈം നമുക്ക് വേണ്ടി മാത്രം എടുക്കുന്നുണ്ട്. കാരണം ഞാൻ കുറേ ഉണ്ടാക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞളും പിന്നെ പാകത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും ഇതിലിടുന്നില്ല. കാരണം ഇളയ മോളെ ക്ലാസ് പാർട്ടിയാണ്. അപ്പം അവർക്ക് എരിവ് പറ്റണമെന്നില്ല, ചെറിയ മക്കളല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ മസാലയെല്ലാം കുറച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല ഇട്ട് മിക്സ് ആക്കിയാൽ മതി. ഞാൻ നോർമൽ അങ്ങനെയാണ് ചെയ്യൽ. എന്നിട്ട് ഞാൻ ഈ ചിക്കനെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട് നെയ്യിലിട്ടിട്ട്. ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ മദ്രസയിലേക്ക് മറ്റ് 2 മക്കൾസിന് കൊണ്ടുപോയത് കാണിച്ചിട്ടുണ്ട്. അവർക്ക് ആ ടൈമിന് ക്ലാസ് പാർട്ടി ഉണ്ടായിട്ട് ഞാൻ തുർക്കിപ്പത്തിരി, അതായത് നമ്മൾ പറഞ്ഞ കുമ്പളങ്ങ പത്തിരി, അതാണ് ഉണ്ടാക്കി കൊണ്ടുപോയത്. ആ ടൈമിന് ഞാൻ ഇതേനും ഉണ്ടാക്കിയാൽ വിചാരിച്ചിട്ടുള്ളത്. അന്നേരം എനിക്ക് താഴത്തെ ചെറിയ നെസ്റ്റോയിൽ എനിക്ക് സമൂസ ഷീറ്റ് കിട്ടിയിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേനും ഉണ്ടാക്കാൻ വിചാരിച്ചതല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഉണ്ടാക്കിയത് അടിപൊളിയാണെന്നുള്ളത്. അന്ന് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടേനും മക്കൾസിന് 2 കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ചിക്കൻ ഞാനൊരു ഭാഗത്ത് പൊരിക്കാൻ വെച്ചിട്ട് ഒരു ചെറിയ കുക്കറിൽ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട്. അതിൽ വെള്ളവും ഉപ്പും ഇട്ടിട്ട് ഗ്യാസുമേൽ വെച്ചിട്ടുണ്ട്. ഒരു 4 വിസിലടിച്ചാൽ മതി. ആ ടൈമിന് തന്നെ നമ്മുടെ ചിക്കൻ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനുണ്ടല്ലോ സ്കൂളിലേക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ രാത്രിയാണ് പെട്ടെന്ന് തീരുമാനം മാറ്റിയിട്ടുള്ളത്. മസാല ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. കുട്ടി ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയിട്ട്. പക്ഷേ പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ചെറുതാവുമ്പം കുട്ടികൾക്ക് വേഗം കഴിക്കാൻ പറ്റും. അപ്പോൾ ചിക്കൻ എല്ലാം പൊരിച്ചിട്ടുണ്ട്. നേരത്തെ കണ്ട ചിക്കന് പൊരിച്ച് കഴിഞ്ഞ് നോക്കുമ്പം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം ഒഴിവാക്കിയിട്ട് ചെറിയ പീസാക്കി മാറ്റണം. ആ ടൈം കൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കറക്റ്റ് വേവാണ്. ചില ഉരുളക്കിഴങ്ങ് എത്ര വിസിലടിച്ചാലും വെന്ത് കിട്ടൂല, കല്ല് പോലെ ഉണ്ടാവും. എത്ര ഉടയ്ക്കാൻ ശ്രമിച്ചാലും അത് ഉടഞ്ഞു കിട്ടുകയില്ല. മസാലയിൽ ചേർക്കുന്ന ടൈമിന് പെർഫെക്ഷൻ കിട്ടണമെന്നില്ല. അത് മാത്രമല്ല, ഉരുളക്കിഴങ്ങിൽ വെള്ളം ഇല്ലാണ്ട് കിട്ടണം. ഞാൻ പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് തൊലി കളയുന്നുണ്ടെങ്കിൽ പൈപ്പിൻ്റെ അടുത്ത് വെക്കും. പക്ഷേ ഇതങ്ങനെ വെക്കണ്ട. ഈ ഒരു മസാലക്കെല്ലാം കുറച്ച് നേരം വെച്ചിട്ട് തണിഞ്ഞിട്ടാണ് തൊലി കളയേണ്ടത്. ഇനി അടുത്തതായിട്ട് ഉള്ളിയെല്ലാം ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പറിലാണ്. ഇത് ഞാൻ തലേന്ന് തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് എടുക്കുന്നത് ചിക്കൻ പൊരിച്ച നെയ്യാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും മിക്സാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പല്ല, മല്ലിയിലയാണ്. ഇനി എടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ കാണിച്ചത് ചാച്ചെടുത്തിട്ടുള്ളതാണ്. 1 ടേബിൾ സ്പൂണ് കണക്കാക്കിയാൽ മതി. ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളത് പുലർച്ചക്കാണ്. മസാല എല്ലാം പെരക്കി വെച്ചത് രാത്രിയാണ്. ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും രാത്രിയാണ്. അപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഗ്യാസുമേൽ വെച്ചിട്ട് പൊരിച്ച് വെച്ച നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൽ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. ചെറിയ മക്കൾക്കായതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടത്. എന്തായാലും എരിയും. ഒന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേഗം വെന്ത് കിട്ടും. ചോപ്പറിൽ ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ അധികം നേരം വാട്ടണമെന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പൊരിച്ച നെയ്യിൽ ഉണ്ടാക്കിയോണ്ട് തന്നെ കുറച്ച് സ്പൈസിയും ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഇട്ട് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിതിൽ മസാലയെല്ലാം കുറച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലിയ ആൾക്കാർക്കാണെങ്കിൽ ഇതെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് മാത്രമല്ല, പച്ചമുളക് ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ചിക്കൻ പൊരിച്ചത് പിച്ചി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലൊന്നും ഇല്ലാണ്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അമ്മനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ലാസ്റ്റായിട്ട് ഇതിലേക്ക്
ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉണ്ടല്ലോ വിന്റർ തുടങ്ങിയ സമയത്ത് മക്കൾക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് രാത്രി തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കലാണ്. അതിന്റെ ലാസ്റ്റ് പണി മാത്രമേ പുലർച്ചയ്ക്ക് ചെയ്യാൻ നിൽക്കലുള്ളൂ. എന്തായാലും ലേറ്റ് ആവും. പക്ഷെങ്കിൽ ഇപ്രാവശ്യം ഞാൻ 4:50 എണീറ്റിട്ടുണ്ട്. പിന്നെ ആ മക്കളെ കാര്യമാകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ മസാലയിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് കട്ട്ലേറ്റിലേക്കെല്ലാം ചേർക്കുന്ന പോലെ ഈ ഒരു മസാല ഉണ്ടല്ലോ സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. മക്കൾക്കെല്ലാം സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. പച്ചമുളകൊന്നും ഇല്ലല്ലോ. ഈ ഒരു മസാല തന്നെ നമുക്ക് ഇറച്ചിപ്പത്തിലെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കിഡ്സിനെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലയാണ്. അധികം എരിവൊന്നും ഇല്ല. ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. ഇതിൽ മുന്നേ ഞാൻ തേങ്ങാമുറി എന്നുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടേനും. അതൊരു 2-3 മാസങ്ങൾക്ക് മുന്നേ ആണ്. അത് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. അടിപൊളിയാണ്. ഇതുപോലെ തന്നെയാണ് മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. സൂപ്പറാണ്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടോക്ക്. അങ്ങനെ നമ്മളെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങെല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ബ്രെഡ് പൊടിച്ചതും കോൺഫ്ലെക്സ് പൊടിച്ചതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടും ഉപയോഗിക്കാം. ഇനി എടുത്തിട്ടുള്ളത് മൈദ ബാറ്ററാണ്. മൈദയും കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് റോൾ ചെയ്യുന്ന സമയത്ത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് സമോസ ഷീറ്റ് നമുക്ക് എടുത്ത് വെക്കാം. ഇത് വളരെ നൈസായിട്ടുള്ള ഒരു ഷീറ്റാണ്. കഴിഞ്ഞ റമദാനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ഷീറ്റ് വെച്ചിട്ടുള്ള റെസിപ്പീസാണ് ചെയ്തിട്ടുള്ളത്. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും കൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ മാത്രമല്ല ഈ ചെറിയ ഷീറ്റ് കൊണ്ടാണ് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ചിക്കൻ പൊടിത്തരച്ചത്, ചിക്കൻ കോണ്, അതുപോലെ തന്നെ ക്യാൻഡി ടൈപ്പ് ബോക്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടേനും. 3 റെസിപ്പീസ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടേനും. ബാക്കി ഷോർട്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചിക്കൻ പൊടിത്തരച്ചത് നന്നായിട്ട് വൈറലായിട്ടുണ്ടേനും. അപ്പം ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുള്ളവരെ കമൻറ്റ് ചെയ്താൽ മതി. ഓരോ റെസിപ്പീസും ഞാൻ അങ്ങനെ ഇടാം. അങ്ങനെ ചിക്കൻ മസാല ഒരു ഫിംഗറിൻ്റെ രൂപത്തിലാക്കിയിട്ട് ഷീറ്റിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ ഞാൻ മൈദാമാവ് കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ചെറിയ ഷീറ്റായതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മക്കളെ എണീപ്പിക്കലും അവരെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നിർത്തിയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം തന്നെ സമയം 6 മണിയായിട്ടുണ്ട്. അരമണിക്കൂറേ ഇനിയുള്ളൂ. ആ ഒരു ടൈമിൽ തന്നെ ഇതെല്ലാം പൊരിച്ചിട്ട് എനിക്ക് കൊടുക്കുകയും ചെയ്യണം. മോൾക്ക് മാക്സിമം ഒരു 30 കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ഞാനിത് ബ്രെഡ് പൊടിയിലാണ് മുക്കി കൊടുക്കുന്നത്. ഇത് ഉരുട്ടിയ ഷീറ്റിൻ്റെ 2 അറ്റവും ഞാൻ മൈദമാവിൽ മുക്കിയിട്ടാണ് ബ്രെഡിൽ മുക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ കാണിച്ച ചെഡാർ ചീസ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇത്രയും ഉണ്ടാക്കേണ്ടതുകൊണ്ട് ചീസ് ഉപയോഗിച്ചാൽ നടക്കൂല. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റിംഗ് ഒക്കെ കാണിച്ചു തരാം. ഇത് സൂപ്പറാണ്, ചെറുതാണ്, മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം വലുതാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് എനിക്ക് കുറേ മസാല ഉണ്ടാക്കേണ്ട വന്നിട്ടുണ്ട്. ഒരു നോമ്പറ തറവാട്ടിൽ നോമ്പറുള്ള സമയത്ത് ഞാനിത് കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടാമത് ഞാൻ കോൺഫ്ലെക്സിൽ മുക്കിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ചെടുത്തിട്ട് നെയ്യിലിട്ട് പൊരിക്കുന്നുണ്ട്. ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വേഗം പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ടൈമില്ല. മോൾക്ക് മാത്രമല്ല ബാക്കിയുള്ള 2 മക്കൾസിനും സ്നാക്സ് ആയിട്ടും കൊടുക്കണം. എന്തുണ്ടാക്കി കഴിഞ്ഞാലും ഒരാൾക്ക് മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള മക്കൾക്കും കൂടിയും കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് പുലർച്ചക്ക് തന്നെ എന്താ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള സമയത്തെല്ലാം അവർക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ആവേശമായിരിക്കും. കാരണം ഉണ്ടല്ലോ ഇവർ കൊണ്ടുവരുന്ന മാത്രമല്ല ബാക്കിയുള്ള മക്കൾസ് കൊണ്ടുവരുന്നതും കൂടി ഇവർക്ക് കഴിക്കുകയും ചെയ്യാം, ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതിൽ സ്നാക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ചിപ്സ് ഉണ്ടാവും, അങ്ങനെ എല്ലാം ഉണ്ടാവും. അങ്ങനെ നമ്മളെ റോളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം കോരി മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഒരാൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കി 2 ആളത് 12-ാം തീയതിയാണ്. ഞാനിത് രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതിയേനും. പക്ഷേ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത്. ഈ ഒരു റെസിപ്പി നമുക്ക് 2 ദിവസം മുന്നേ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. ഞാൻ അങ്ങനെ വെക്കലുള്ളൂ, അതിലപ്പുറമൊന്നും വെക്കലില്ല കേട്ടോ. നോമ്പറയിലുള്ള സമയത്ത് ഒരു തലേന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലേന്നെല്ലാം ഉണ്ടാക്കി വെക്കും. എന്നാൽ പിന്നെ നമുക്ക് 2-3 ഐറ്റംസ് ആയിട്ട് കുറച്ചായിട്ട് ഉണ്ടാക്കി വെക്കാം. അങ്ങനെ നമ്മളെ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 6:30 മണിയായിട്ടുണ്ട്. 6:40-നാണ് ബസ് വരിക. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കാസറോൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കറക്റ്റ് എനിക്ക് 30 കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള മക്കൾസിനും കൊടുത്തിട്ടുണ്ട്. ചൂടാല നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്കാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ രാവിലെ കഴിക്കാൻ കൊടുത്തിട്ടുള്ളത് ഉഴുന്നിൻ്റെ ദോശയും ചട്നിയാണ്. ഞാനിത് വെള്ളിയാഴ്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലഞ്ച് വേണമെന്നില്ല, ഇതന്നെ കഴിച്ചോളും, വേഗം എത്തിക്കോളൂ കേട്ടോ. അവർ മക്കൾസ് പോയതിന് ശേഷം ബാക്കിയുള്ള കുറച്ച് ഞാൻ എടുത്ത് പൊരിച്ച് വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൈദപ്പൊടിയൊന്നും കുഴക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് വേഗം നമുക്ക് റോൾ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ റമദാനിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി അടുത്തത് ഒരു റോള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചീസ് വെച്ചിട്ടുള്ളത് ഈ ഒരു മസാല
മസാലേൻ്റെ നടുവിൽ ചീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നേരത്തെ ചെയ്തതിൻ്റെ തൊട്ട് റോൾ ചെയ്ത് കൊടുത്താൽ മതി. സൂപ്പർ ആയിരിക്കും. ചെറിയ മക്കൾക്കെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. കുറേ എണ്ണം ഉണ്ടാക്കുന്ന സമയത്ത് കുറേ ഷീറ്റ് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാണിക്കാണ്ടുന്നത്. പിന്നെ ഈ ഒരു മസാലയിൽ കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പൊടിച്ചയിലും കോൺഫ്ലെക്സിലും മാറി മാറിയിട്ടാണ് ആക്കിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ ചീസ് വെച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചീസെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാൻ. ബാക്കിയുള്ളതെല്ലാം ഞാൻ ചീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് കവറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒന്നും ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യൂല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് അഭിപ്രായം പറയാനും മറക്കല്ലേ.